ഗൈസ്, വെൽക്കം ബാക്ക് വേറൊരു കൃഷി വീഡിയോയിലോട്ട്. ഇന്ന് നമ്മൾ ഹാർവെസ്റ്റിംഗ് പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഹാർവെസ്റ്റ് ചെയ്യുമെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്കിവിടെ വഴുതനങ്ങ നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കൊണ്ട് കള്ളനോ കള്ളിയോ അതിനെ നമുക്ക് പറിച്ചെടുക്കാം. ഇവിടെ ഒരു കുട്ടിയുണ്ട്, പക്ഷെ നമ്മളത് കുട്ടിയെ വെറുതെ വിടുന്നു, കുറച്ചുകൂടെ വലുതായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് പുതിനയിലാണ് ഇനി എടുക്കുന്നത്. കുറച്ച് പുതിനയില എടുക്കാം. അപ്പോൾ നിങ്ങൾ ഇവർക്ക് എന്ത് കറിക്കാണ്? ഒരു കറിക്കുമല്ല, ഏതായാലും ഹാർവെസ്റ്റ് അല്ല ഇരിക്കട്ടെ. പാത്രത്തിന് ഇച്ചിരി അലങ്കരിച്ച് വെക്കും. ഓക്കെ, അപ്പോൾ കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്. ജസ്റ്റ് പ്രവർത്തനം കഴിഞ്ഞിട്ടില്ല ഗൈസ്. വരൂ. പച്ചമുളകിലോട്ട് നോക്കാം. നമ്മുടെ ഉണ്ടമുളക് കണ്ടോ ഗൈസ്? ഓ മൈ ഗോഡ്. പാത്രം പിടിക്കാൻ കൊടുത്ത അസിസ്റ്റന്റ് പാത്രം അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. വിളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മുളക് എടുത്തിട്ട് പ്രസ് ചെയ്ത് നോക്കണം. അത്യാവശ്യം നന്നായിട്ട് ഹാർഡായിട്ടിരിക്കുകയാണെങ്കിൽ അത് പരുവാന്ന് അതിൻ്റെ അർത്ഥം. നമുക്കത് ഇത്രയാണ് ഉണ്ടമുളക്. നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്ന ഉണ്ടമുളക്. അപ്പോൾ ഇവിടെ നമുക്ക് മുളക് തന്നെ പല വെറൈറ്റീസ് ഓഫ് മുളകുണ്ട്. അഹങ്കരിക്കുന്നതിൻ്റെ ഒക്കെ ഒരു കാര്യം. ഇത് അടുത്ത ഒരു ടൈപ്പ് മുളകാണ്. നമ്മൾ മുളകാകുമ്പോഴത്തേനും പെട്ടെന്ന് പിടിച്ചോളും. നമുക്ക് ഒരെണ്ണവേ കിട്ടിയിട്ടുള്ളൂ. ഇവിടെ മുളകില്ല. നമുക്ക് ക്യാപ്സിക്കമാണ് ഗൈസ്. ഇത് കണ്ടോ, നിങ്ങൾ കുട്ടി കുട്ടി സാധനങ്ങൾ പൂവാണ്. ഇതൊക്കെ കായായിട്ട് നിങ്ങളൊക്കെ കാണിക്കാനുള്ളതാണ് ഗൈസ്. അതിനു മുമ്പ് നിങ്ങളും ഇതുപോലത്തെ ക്യാപ്സിക്കം ഒക്കെ നട്ട് എനിക്കും റിപ്ലൈ തരണം. എന്തില്? കമൻറ്റിൽ. ഞങ്ങളും നട്ട്, ഞങ്ങൾക്ക് കായും പുഴും വന്നു. അപ്പോൾ ഇവിടെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് ശരിക്കും പറിക്കാൻ പറ്റുന്ന സപ്പോർട്ടുകളുണ്ട്. പക്ഷേ അത് നമ്മൾ കയ്യെത്തുന്ന പരുവത്തിലല്ല. അപ്പോൾ മിക്കതും നമുക്ക് വീണാണ് കിട്ടുന്നത്. കയ്യെത്തുന്ന പരുവത്തിലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ കുറച്ച് പാത്രത്തിൽ നമുക്ക് ഇടാൻ കുറച്ചുകൂടെ ഐറ്റംസ് ആയേനെ. അപ്പോൾ ദാറ്റ്സ് ഓക്കെ. നമുക്ക് കുറേ ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ ക്രീറ്റിൻ്റെ പിന്നാമ്പുറം അല്ലാതെ സൈഡ് പിന്നാമ്പുറം തന്നെ. അതെ, അവിടെ നിന്ന് നമ്മൾ വിളവെടുക്കുന്ന വഴുതനങ്ങയാണ്. വഴുതനങ്ങ നമുക്ക് ഇഷ്ടംപോലെ കടന്ന് വഴുതനങ്ങ മേടിക്കാറായുള്ളതായി. പിന്നെ ഇതിനകത്ത് ഒരുപാട് പച്ചമുളകുകൾ തരുന്ന ഒരു പച്ചമുളക് ചെടിയാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ കൂടുതലും പച്ചമുളകുകളിലോട്ട് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. എരിവുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നുണ്ടാണെന്ന് വെച്ചാലല്ല, അറ്റ്ലീസ്റ്റ് പച്ചക്കറിയിൽ പച്ചമുളകെങ്കിലും നമുക്ക് ഒഴിവാക്കാമല്ലോ. ഇനി വിളഞ്ഞ് പഴുത്ത് നമ്മള് ഞാൻ വീഡിയോ എടുക്കുമ്പോ ഇടയ്ക്ക് ഹലോ, ഞാനപ്പോ എങ്ങനെ പറിക്കും? ഏട്ടൻ പറ. ഇപ്പൊ എന്താ ഇങ്ങനൊക്കെ പറയുന്നറിയാവോ? കാരണം പുള്ളിയാണ് ഒരു കൃഷി ചെയ്തത്. അതെ, ഞാൻ ഈ വിളവെടുപ്പ് മാത്രം വീഡിയോസിൽ മാത്രം പ്രത്യക്ഷപ്പെടത്തുള്ളൂ. പിന്നെ എനിക്ക് മൂടൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ചെയ്യും കേട്ടോ. അടുത്ത് നമ്മൾ വെണ്ടയ്ക്കയിലോട്ടാണ് വരുന്നത്. വെണ്ടയ്ക്ക കഴിയുമ്പോൾ വീണ്ടും ഉണ്ട് നമുക്ക് പച്ചമുളക്. പക്ഷെ ആദ്യം നമ്മൾ വെണ്ടയ്ക്കയിലോട്ട് പോവാം. ഇന്നേ ഉള്ളു കേട്ടാ. വെണ്ടയ്ക്ക only one വെണ്ടയ്ക്ക അല്ല, അപ്പുറത്തെ ചെടിയിലുണ്ട്. അത് വലുതാട്ടോ, കുഴപ്പമില്ല. ഒരു വെണ്ടയ്ക്ക കൊണ്ടാണ് ഇത്തരം പ്രവർത്തനം. സാമ്പാറിനിടാലോ. ഈ ചെടിയിലല്ല, ഈ ഇപ്പുറത്തെ ചെടിയിലാണ്. നമ്മൾ പച്ചമുളക് കൊണ്ട് തോരൻ ഉണ്ടാക്കാം. ചെയ്തെടുക്കണം നല്ല രീതിയിലാണ്. പിന്നെ പ്രൊഫഷണൽ കൃഷിക്കാരായതുകൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം. കഴിഞ്ഞില്ല. കടയിൽ കൊണ്ട് കൊടുക്കാമല്ലോ. വെറൈറ്റി ഓഫ് മുളകാണ് ഗൈസ് ഇത്. ഉണ്ടമുളക് നമ്മളിതിന് മുമ്പ് ഒന്ന് രണ്ടെണ്ണം പിച്ച് ചെയ്യായിരുന്നു വിളയുന്നതിന് മുമ്പ്. ഇതിപ്പോൾ വിളഞ്ഞ വരുവാന്ന് ഞാൻ പറഞ്ഞാലോ. വിളയുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. നീങ്ങുന്നില്ലെന്ന് അർത്ഥം, വിളഞ്ഞിരിക്കുന്നു എന്ന്.
ഇവിടെ ഉണ്ട്, പക്ഷെ അത് കുട്ടിയാണ്, വിളഞ്ഞിട്ടില്ല. ഇതൊക്കെ പൂക്കളും ഒക്കെ വരുന്നുണ്ട്. ഇത് വെറൈറ്റി, ഇത് വേറെ ഈ മുളക്. ഇത് ഏതായാലും ഇതിൽ നിന്ന് മുളക് വരുമ്പോഴത്തേനും വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞില്ല ഗൈസ്, പോവല്ലേ, ഇനിയുണ്ട്. നമ്മൾ പയറിലോട്ട് പോവാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതാണ് ഞങ്ങളുടെ അടുത്ത തോട്ടം. ഞാൻ അങ്ങ് മണ്ണിലങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഒരു പ്രാവശ്യം ചീരയൊക്കെ ഹാർവെസ്റ്റ് ചെയ്ത്, ഒരു പ്രാവശ്യം ചീരയൊക്കെ ഹാർവെസ്റ്റ് ചെയ്തേ ഉള്ളൂ, പക്ഷേ ചെയ്തതാണ്. പക്ഷേ എങ്കിൽ അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നു. ഇതാ നമ്മുടെ പയർ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. പൂ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കും. വലുത് പുറകെ നിൽക്കുന്നു. ഇത് പിന്നെ എവിടെയുണ്ട്? കുറ്റിപ്പയറിൽ ഇല്ല, അതൊന്നും വലുതായില്ല. അത് പയറല്ലോ. അത് വേണം. പയറിന്റെ പൂവാണ്. എനിക്കറിയാം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന്. പിന്നെ വെറുതെ ഇരിക്കട്ടെ, വന്നതല്ലേ. പിന്നെ അത് ഇവിടെ ഇഷ്ടംപോലെ പയറുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് കുറ്റിപ്പയർ, അത് കണ്ടോ, കുട്ടി 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 പയറുകളുണ്ട്. അതൊക്കെ ഇന്ന് നന്നായിട്ട് വിളവാകാനുണ്ട്. പിന്നെ നമ്മുടെ മുരിങ്ങയിലയാണ്. ഇത് ഫുള്ള് ചീരയാണ്. ഇതിലൊരു വെണ്ട, നമുക്കൊരു വെണ്ട കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതിനുശേഷം ഇവിടെ ഫുള്ള് ചീരയാണ്. അത് ഫുള്ള് പാലക്കാണ്. അതും വെണ്ടയും മുളകും ഒക്കെയാണ്. പിന്നെ അവിടെ നമ്മൾ പാകിയിട്ടുണ്ട്, പക്ഷെ ഒന്നും പൊട്ടി മുളച്ചില്ല. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഹാർവെസ്റ്റിങ്ങിൽ കിട്ടിയതാണിത്. എനിക്കറിയാം ഒരുപാട് കൃഷി വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ വെച്ച് നോക്കുമ്പോഴത്തേനും നമ്മളൊരു ശിശുവാണ്. ഐ നോ, ശിശുവെങ്കിലും ആണല്ലോ. നിങ്ങൾക്ക് ഇതുപോലത്തെ ശിശു ആകണ്ടേ? നിങ്ങൾ ശിശു അല്ലെങ്കിൽ പോയി ശിശു ആകും. അതല്ലെങ്കിൽ ഹാറ്റ്സ് ഓഫ് ഗൈസ്, നിങ്ങൾ കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സമ്മതിച്ചിരിക്കും. അപ്പം ഇനി ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ബൈ, ഹാവ് എ നൈസ് ഡേ.